ഇടതുമുന്നണി യോഗത്തിൽ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്ത് പറയും എന്ന നേതാക്കൾ ഉറ്റുനോക്കുകയാണ്. അടുത്ത മാസം ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റ് സിപിഐക്ക് നൽകണമോ വേണ്ടയോ എന്ന ആശങ്കയിൽ നിൽക്കുന്ന സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇടതുമുന്നണി യോഗം നിർണായകമാണ്. തൃശൂരും തിരുവനന്തപുരവും ഉൾപ്പെടെ സിപിഐ മത്സരിച്ച 4 മണ്ഡലങ്ങളിലും സിപിഎം തങ്ങളെ സൗകര്യപൂർവ്വം തേച്ചു എന്ന പരാതിയാണ് മുന്നണി യോഗത്തിൽ ബിനോയ് വിശ്വം മുന്നോട്ട് വെക്കാൻ പോകുന്നത്. ബിജെപിയുമായി ഒത്തുകളിച്ച സിപിഎം പ്രവർത്തകർ തങ്ങളെ നശിപ്പിച്ചു എന്നാണ് ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള സിപിഐ നേതാക്കന്മാർ പറയുന്നത്. തൃശൂരിൽ പ്രതീക്ഷിച്ച വോട്ട് പോലും കിട്ടാതെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാർ തോറ്റത് സിപിഎം പ്രവർത്തകരുടെ കാലുവാരലാണ് എന്ന വിശ്വാസത്തിലാണ് സിപിഐ. തൃശൂരിലെയും തിരുവനന്തപുരത്തെയും തോൽവിയിൽ സിപിഎം നേരിട്ട അന്വേഷണം നടത്തണം എന്നാണ് സിപിഐയുടെ ആവശ്യം. സമാന സാഹചര്യമാണ് കേരള കോൺഗ്രസിനും ഉള്ളത്. കോട്ടയത്തെ സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനെ സിപിഎം കാലുവാരി തോൽപ്പിച്ചു എന്ന് കേരള കോൺഗ്രസ് പ്രവർത്തകരും കരുതുന്നുണ്ട്. രാജ്യസഭാ സീറ്റ് മൊത്തത്തിൽ ഏറ്റെടുക്കാനുള്ള സിപിഎമ്മിന്റെ അടവ് നയം ഇക്കുറി വിലപോവില്ല എന്ന് ഘടകകക്ഷി നേതാക്കൾ കരുതുന്നു. ഇത്രയും കാലം കേരളത്തിൽ ഒതുങ്ങിനിന്ന സിപിഎം-സിപിഐ തർക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നാണം കെട്ട തോൽവിയോടെ ദേശീയ തലത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ബിനോയ് വിശ്വത്തിൽ ഒതുങ്ങിനിന്ന പരാതി ഇപ്പോൾ ദേശീയ തലത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. സുനിൽകുമാറിനെയും പന്ന്യൻ രവീന്ദ്രനെയും തോൽപ്പിച്ച സിപിഎമ്മുകാരാണ് എന്ന് ദേശീയ സെക്രട്ടറി രാജ സിപിഎം സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ തന്നെ ഡൽഹിയിലെത്തിയ ബിനോയ് വിശ്വം കേരളത്തിൽ നടന്ന കുതികാൽ വെട്ടിന്റെ യഥാർത്ഥ ചിത്രം രാജയെ ധരിപ്പിച്ചു. രാജ പുതിയ സംഭവങ്ങളെ അതീവ ഗൗരവമായാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനുമായി സംസാരിക്കാതെ സീതാറാം യെച്ചൂരിയുമായി മാത്രം രാജ സംസാരിച്ചിരുന്നു. പരാജയത്തിലേക്ക് നയിച്ച സാഹചര്യവും സംഘടനാപരമായ വീഴ്ചകളും സംയുക്തമായി അന്വേഷിക്കണം എന്നാണ് സിപിഐയുടെ ആവശ്യം. തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ബിജെപി നേതാക്കൾ മികച്ച സ്ഥാനാർത്ഥികൾ ആണ് എന്ന് EP ജയരാജൻ പ്രഖ്യാപിച്ചതാണ് തോൽവിക്ക് പ്രധാന കാരണം എന്ന് സിപിഐ പറയുന്നുണ്ട്. പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച ജയരാജൻ തുറന്നു സമ്മതിച്ചതോടുകൂടി തോൽവിയുടെ ആഘം കൂടി. ഇതെല്ലാം ബിജെപിക്ക് വോട്ട് ചെയ്യാൻ വോട്ടർമാരെ പ്രേരിപ്പിച്ചു. ഒത്തുകളിയെക്കുറിച്ച് മുമ്പ് തന്നെ തങ്ങൾ സിപിഎം നേതൃത്വത്തെ അറിയിച്ചതാണ്. എന്നാൽ സിപിഎം ബിജെപി ഒത്തുകളി ഇല്ല എന്ന നേതാക്കൾ ഉറച്ച നിലപാടെടുത്തു. പിണറായിയുടെയും യെച്ചൂരിയുടെയും വാക്കുകൾ വിശ്വസിച്ച തങ്ങളെ സിപിഎം ചതിച്ചു എന്നാണ് സിപിഐ നേതാക്കൾ പറയുന്നത്. 1 വർഷം മുമ്പേ സുരേഷ് ഗോപി തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. വനിതകളെയും തീരദേശ ജനതയെയും കേന്ദ്രീകരിച്ചാണ് സുരേഷ് ഗോപി പ്രവർത്തിച്ചത്. മധ്യവർഗ ക്രൈസ്തവ വോട്ടുകൾ ഉൾപ്പെടെ ന്യൂനപക്ഷ വോട്ടുകൾ സുരേഷ് ഗോപിയിൽ കേന്ദ്രീകരിച്ചു. ഈ നീക്കങ്ങൾ സിപിഎമ്മിനെ സിപിഐ കൃത്യമായി അറിയിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട്. എന്നാൽ സിപിഎം ഇത്തരം കാര്യങ്ങൾ ഗൗരവമായി എടുത്തില്ല എന്നാണ് സിപിഐ പറയുന്നത്. കരുവന്നൂർ തട്ടിപ്പ് ബിജെപി ഉപയോഗിച്ചതായി സിപിഐ കരുതുന്നുണ്ട്. കരുവന്നൂർ തട്ടിപ്പിന് കാരണം സിപിഎം ആണ്. ED അന്വേഷണം വന്നപ്പോൾ സർക്കാരും സിപിഎമ്മും കർശന നടപടി സ്വീകരിച്ചില്ല. പ്രചരണ വിഷയമായി കരുവന്നൂർ മാറിയപ്പോൾ യാതൊരു പ്രശ്നവുമില്ല എന്ന് സിപിഎം പ്രചരിപ്പിച്ചു.